എല്ലാവർക്കും എലൈസർ മീഡിയയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. അപ്രതീക്ഷിതമായി തെളിഞ്ഞ വെയിൽ കണ്ട് തുള്ളിച്ചാടി നടക്കുകയാണ് പുൽച്ചാടി. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ പുൽച്ചാടിക്ക് വിശക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു ഉറുമ്പ് ഭക്ഷണം കഴിക്കുന്നത് കാണുന്നത്. ഈ പുൽച്ചാടി ഉടനെ ഉറുമ്പിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, എനിക്കും കുറച്ച് അരിമണികൾ തരിക, കാരണം ഞാൻ ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഈ ഉറുമ്പ് പുൽച്ചാടിയോട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ വേനൽക്കാലത്ത് കഷ്ടപ്പെട്ട് ശേഖരിച്ച അരിമണികളാണ് ഇതെല്ലാം. നീ എന്തെടുക്കുകയായിരുന്നു? പുൽച്ചാടി പറഞ്ഞു, ഞാൻ അരിമണികളൊന്നും ശേഖരിച്ചിട്ടില്ല, ഞാൻ തുള്ളിച്ചാടി നടക്കുകയായിരുന്നു. അപ്പോൾ ഉറുമ്പ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ നീ നൃത്തം ചെയ്തുകൊണ്ട് നിന്റെ വിശപ്പ് അടക്കുക എന്ന്. ആഘോഷവും ആലോചനയും ജീവിതത്തിൻ്റെ ഭാഗമാകണം. ആലോചനയില്ലാതെ ആഹ്ലാദിക്കുമ്പോൾ സംഭവിക്കുന്ന ചില വീഴ്ചകളുണ്ട്. ആനന്ദം അതിരുകടക്കും. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ആഘോഷിക്കും. നാളെയും ആഘോഷമുണ്ടാകണം എന്നുള്ള സത്യം ഇങ്ങനെയുള്ളവർ മറന്നുപോകുന്നു. എന്നോ അരികിലുണ്ടായ ചില നല്ല കാലത്തിൻ്റെ പേരിൽ അതിനു മുൻപും അതിനു പിൻപും ഉള്ളവയെ വിസ്മരിച്ച് ആനന്ദ നൃത്തമാടുന്നവർക്ക് കാലുകൾ കുഴയുന്ന ഒരു സമയം വരും. ആഘോഷങ്ങൾക്ക് പ്രസക്തിയില്ലാത്ത ചില സന്ദർഭങ്ങളുണ്ട്. അത്തരം ജീവിത സാഹചര്യങ്ങളെ നോക്കിക്കാണുവാനും അവയെ നേരിടുവാനുമുള്ള സംഭരണശാലകളാകണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ആഘോഷങ്ങളിൽ എല്ലാവരും നമ്മളോടൊപ്പമുണ്ട്. എല്ലാവരും നമ്മളെ ഉയർത്തി നിർത്തും. എന്നാൽ എല്ലാവരും പിരിയുമ്പോഴും തനിച്ചു നിൽക്കുവാനുള്ള ശേഷി ഉള്ളവനാണ് ജീവിതത്തെ ബഹുമാനിക്കുന്നവൻ. എല്ലാ കർമ്മങ്ങൾക്കും നിക്ഷേപ സ്വഭാവമുണ്ടാകണം. അങ്ങനെയെങ്കിൽ എന്താണ് ഈ നിക്ഷേപം? അലമാരിയിൽ അടുക്കി വയ്ക്കുന്നത് മാത്രമല്ല നിക്ഷേപം എന്ന് പറയുന്നത്. ഭക്ഷണം ഒരു നിക്ഷേപമാണ്. നമുക്കിഷ്ടമുള്ളത് കഴിക്കുക എന്നതിനേക്കാൾ ഉപരി ആരോഗ്യകരമായത് കഴിക്കുക എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള നിക്ഷേപം. പഠനം ഒരു നിക്ഷേപമാണ്. പരീക്ഷയിൽ ജയിക്കുവാൻ വേണ്ടി മാത്രമല്ല, ജീവിതത്തെ നേരിടുവാനുള്ള ശക്തി നേടിയെടുക്കുക എന്നതാണ് യഥാർത്ഥമായിട്ടുള്ള പഠനവും നിക്ഷേപവും. ആഘോഷങ്ങൾ ഒരു നിക്ഷേപമാണ്. ജീവിതത്തെ കൂടുതൽ കർമ്മോത്സുകതയോടെ നോക്കിക്കാണുവാനും ജീവിതത്തിൽ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനുമുള്ള ഒരു ശക്തിയാണ് ഓരോ ആഘോഷങ്ങൾക്കും ഉണ്ടാകേണ്ടത്. ഒരാഘോഷവും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും വില പറയുന്ന തരത്തിൽ ആയിരിക്കരുത്. അങ്ങനെയെങ്കിൽ പണസമ്പാദനം ഒരു നിക്ഷേപമല്ലേ? തീർച്ചയായും. അടുത്ത തലമുറയ്ക്ക് വേണ്ടി കരുതി വയ്ക്കുന്നതല്ല നിക്ഷേപം എന്ന് പറയുന്നത്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി മാത്രം പണം കരുതി വയ്ക്കുന്നവന് അതുകൊണ്ട് ഉപകാരപ്പെടുകയില്ല. അങ്ങനെയെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള നിക്ഷേപം എന്താണ്? ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണവും സമ്പുഷ്ടവുമാക്കി തീർക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുവോ അതാണ് യഥാർത്ഥമായിട്ടുള്ള നിക്ഷേപം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നിക്ഷേപങ്ങൾ എന്തൊക്കെയാണ്? എത്രമാത്രം നമ്മുടെ നിക്ഷേപങ്ങൾ നമ്മുടെ ജീവിതത്തെ അർത്ഥസമ്പുഷ്ടമാക്കുന്ന തരത്തിലുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.